You're here. Yep. You got it. Yeah. Arabic شوية. No, from Sharafia, no, from Salama. Salama. Salama Street. Okay. Nothing. ഫുഡ് റെഡി ആയിക്കണേ. ലക്ഷറിയസ് ക്രൂസിലുള്ള പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഹാലോംബയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ കോസ്റ്റ്യൂം ഇതാണ്. നമുക്കൊന്ന് വെള്ളത്തിൽ ചാടാൻ പരിപാടിക്കായിട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കോസ്റ്റ്യൂം. ഓക്കെ, ലഗേജ് ഇവിടെ ഉണ്ട്. ലഗേജ് 8 കിലോ കൂടാതെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത് പോകുന്നത് നമ്മളൊപ്പെല്ലാം താഴേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഹാലോംബ ഡേ ക്രൂസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അതായത് നമ്മളെ ആലപ്പുഴയിലുള്ള പോലെ അപ്പോൾ പോണ വൈകിട്ടുള്ള കാഴ്ചകളാണ്. ഓക്കെ, ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഹാലോംബേഡോ, സോറി ഹാലോങ് സിറ്റി. ഇന്നലെ നമ്മൾ നൈറ്റ് കണ്ടില്ലേ, ആ സീൻസ് ഒക്കെയാണ് അവിടെ. നല്ല ചൂട് ഉണ്ട്. ഒന്നാമത് റൂമിൻ്റെ ഉള്ളിൽ AC നിന്ന് ഇറങ്ങിയോണ്ടായിരിക്കാം. ഇത് ഈ ആ സൺവേൾഡിന്റെ ഫുള്ള് കേബിൾ കാറാണ് ഇതിലോ. കേബിൾ കാറിന്റെ ബോട്ട് ഫുള്ള് പരിപാടിയാണ് അത്. അതുപോലെ അമ്യൂസ്മെന്റ് പാർക്ക് അതിനുള്ളിൽ വേറെ. അപ്പൊ നമ്മള് ഇനി നേരെ ഹാലോങ് ബേക്ക് പോവാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് അന്വേഷിച്ചുകൊണ്ട് എടുക്കാന്നുള്ള പരിപാടിയാണ്. എന്തായാലും നമുക്ക് നമ്മൾ ഹോട്ടലുകളിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പൊ ഹാനോയിന്നൊക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇതൊന്നുകൂടി പോയി നോക്കാം. അപ്പൊ 50 റുപ്യ കുറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കേജ് എടുക്കുന്ന സമയത്ത് നമ്മൾ വരുന്ന ആൾക്കാർക്ക് ലാഭകരം, നമുക്കും ലാഭകരം. അപ്പൊ വിചാരിച്ചുണ്ട് ഡ്രൈവർ. ഹായ്, ഹലോ, ഹായ്, വാട്ട്സ് യുവർ നെയിം? ഓക്കെ. ആള് രാവിലെ തന്നെ ഓക്കെ ഓൺ. ആള് രാവിലെ തന്നെ കംബോഡിയയും വിയറ്റ്നാമും തമ്മിലുള്ള, കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള യുദ്ധത്തിന്റെ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മളെ നിയർ ബൈ കൺട്രീസ് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കും അത് ബാധിക്കുമല്ലോ. അപ്പൊ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും കാശ്മീരിലെ ആ ഋഷിയൊക്കെ നല്ല രീതിയിൽ വായിച്ചിട്ടുണ്ട്. ടൂറിസം, ടോട്ടൽ ടൂറിസത്തിന്. കാരണം കഴിഞ്ഞ ജൂലൈയിലും അതിന് മുന്നത്തെ കഴിഞ്ഞ 6 വർഷത്തെ ജൂലൈകളില് നമ്മളെ ഇതിപ്പോ ഇന്നലൊക്കെ ഫേസ്ബുക്കിലുണ്ട് മറ്റേത് വന്നിട്ടുണ്ട്. നമ്മളെ മെമ്മറീസ് വരുമല്ലോ അതില്. അതായത് 50-60 പേരിലെ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ കൊണ്ടുപോയി. ഇപ്പൊ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതാണ്. ഇപ്പൊ ഇനി കുറഞ്ഞ് കൂടി വരുന്നുണ്ട്. ഇനി ഓഗസ്റ്റ് ഇങ്ങനെ ബുക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണ് അത്. പാടുവാറെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർക്ക് ഭയങ്കര മിനിമിലിശ കളിക്കണം വൈബാക്കാരം. പക്ഷെ റിയൽ ലൈഫിലേക്ക് വരുമ്പോ ഭയങ്കര ബാധിക്കും. അപ്പൊ മുപ്പര അതിന്റെ ന്യൂസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരെ അവിടെ പോട്ടെ. ഡെമോക്രാറ്റിക് കമ്മ്യൂണിസ്റ്റ് ഫുള്ള് ടോല് പക്കാ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് അയക്കണേ. നല്ല നേക്കില് മീൻസ് ഓല് കുത്തകളുടെയാണ്. അത് വേറെ. നമ്മൾ നോട്ടീസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തരോ, ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ, അതായത് അങ്ങനത്തെ ആളുകളെ ആകർഷിക്കാനുള്ള ഏറ്റവും 2 കാര്യങ്ങളും ടൂറിസം ആണ്. പക്ഷെ ആ ടൂറിസം വിജയിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് ഫ്രീ ആയിട്ടുള്ള നല്ല റോഡുകള്, ട്രാൻസ്പോർട്ടേഷൻ അതില് പെർഫെക്റ്റ്ലി ഓക്കെയാണ്. റോഡുകള് കുണ്ടും കുഴിയൊന്നും ഇല്ലാതെ വെൽ മാനേഴ്സിൽ അത് മെയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് യൂസർ ഫ്രണ്ട്ലി ആണ്. ഗ്രാബ് എന്നുള്ള ഈ രാജ്യത്തിൽ, അതായത് മലേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം, ഈ 3 രാജ്യങ്ങൾ നമ്മളിവിടെ പോയിട്ടുള്ളൂ. സ്റ്റേഷൻ രാജ്യങ്ങളില് ഈ 3 രാജ്യങ്ങളിലും അടിപൊളിയായിട്ട് ഗ്രാബ് എന്നുള്ള ആപ്പ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളെ നാട്ടിലത്തെ ഊബർ പോലെ എന്ന് പറയാൻ പറ്റൂല, പക്ഷെ ആളുകളുടെ ആ ഒരു സർവീസും പരിപാടികൾക്കും വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കരമായിട്ട് സ്മൂത്ത് ഫങ്ഷനിങ് ആണ്. അത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാണ്ടല്ലോ, മിനിമം കേരളത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് ടൂറിസ്റ്റുകളുടെ ഒഴുക്കായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഉൾവലില്ല, പൈസയും കാര്യങ്ങളും ഇല്ല. അപ്പൊ ആ ഒരു സാധനമാണ് നമ്മളിവിടെ നോട്ടീസ് ചെയ്ത ഏറ്റവും വലിയ സാധനം. പിന്നെ ക്ലൈമറ്റ് ചെറിയൊരു വിങ്ങലുണ്ട് പുറത്ത്. കാരണം സമയം ഇവിടുത്തെ ഏകദേശം 12 മണിയാകാനായി. പിന്നെ അത്ര വലിയ ദേശസ്നേഹികളാണ്. ഫുള്ള് ഓരോ ഫ്ലാഗും കാര്യങ്ങളൊക്കെയാണ്.
അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തി, ഡേ ക്രൂസിന്റെ ഏരിയയിലെത്തി. ഇനി ഇവിടുന്ന് നടന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബുക്ക് ചെയ്യണം. ഇതാണ് ഡേ ക്രൂസിന്റെ ഏരിയ. ഉള്ളു പക്ക നമ്മളെ ആലപ്പുഴ ഉണ്ടല്ലോ, അതിന്റെ ഒരു അപ്ഡേറ്റഡ് അല്ല, അതിന്റെ ഒരു പ്രീമിയം വേർഷൻ, അപ്ഡേറ്റഡ് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള അടിപൊളി ഇതേപോലത്തെ പ്രീമിയം ലക്ഷറി എക്സ്ട്രാ 1 2 3 4 ഫ്ലോർ ആട്ടോ. അപ്പൊ നമ്മളിങ്ങനെ അന്വേഷിച്ച് കിടന്നിട്ട് ഡേ ക്രൂസ് നൈസാട്ടോ. ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് പോവാണില്ലേ നേക്കകരം. അതേപോലത്തെ ഒരുപാടുണ്ട്. പക്ക പ്രീമിയം സെറ്റപ്പാണ്. പുറത്ത് കുറച്ച് ചൂടുണ്ട്. നമ്മളെ കറക്റ്റ് ആലപ്പുഴന്റെ ക്ലൈമറ്റ്. ജസ്റ്റ് ഇങ്ങനെ നടന്നു നോക്കാം. ഈ ഏരിയയിലാണ് കാറ്റുണ്ടായിട്ടേ, ചുഴലിക്കാറ്റ്. 10 ആൾക്കാർ മരിച്ചു പറഞ്ഞില്ലേ. മരിച്ചതൊക്കെ നമ്മള് ആരും. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കാണ്. ഞങ്ങള് ശ്രീന അങ്ങനത്തെ ഓരോ ബോട്ടുകളാട്ടോ. അതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ, മീൻസ് അതിലുള്ളത്തെ കോസ്റ്റ്യൂംസ്. അവന് നമ്മള് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാലേ 1,800,000 അങ്ങനെ പല റേറ്റ് പറയുന്നുണ്ട്. അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ എന്ത് ചെയ്യാ, വരുന്ന സമയത്ത് ഓൺലൈൻ എടുത്തിട്ട് വരാം. ഇപ്പൊ നമ്മളൊരു വൈബിന് ഇങ്ങനെ വന്നാണ്, ആ വൈബ് മൂഞ്ചി. ഓക്കെ, അപ്പൊ ഹാനോയിന് എന്ത് ചെയ്യാ, ഹോട്ടൽ എടുത്തിട്ട് തന്നെ വരിക. ഹോട്ടലിന് ഉള്ള പാക്കേജുകൾ എടുത്തിട്ട് വരാം. ഓക്കെ, പിന്നെ അണ്ടി ചുട്ട കളറാവും. അങ്ങനെ ഫൈനലി അതായത് ഇവിടെ നേരത്തെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നല്ല രീതി ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ കിട്ടും. പക്ഷെ നമുക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ആണ്. നമ്മളിവിടെ 750 പറഞ്ഞു, 800 പറഞ്ഞു, 850 പറഞ്ഞു, 950 പറഞ്ഞു, 1000 പറഞ്ഞു. അതായത് 1 മില്യൺ കൂട്ടുമ്പോൾ നമ്മള് ഇവിടുത്തെ പൈസ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ 0 ഒഴിവാക്കിയിട്ടാ മതി. അപ്പൊ കറക്റ്റ് നമുക്ക് ആ പൈസന്റെ കൺഫ്യൂഷൻ ഒഴിവാക്കി കിട്ടും. അപ്പൊ ഏതൊക്കെ എങ്ങനെയൊക്കെ കൺഫ്യൂഷൻ. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ പോണെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെടലോ ആണോ എന്നില്ല നമുക്കറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓലെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതിലാണ്. അപ്പോ അതുകൊണ്ട് പോവാണ്. ഇനി അതൊന്നും അല്ല, നിങ്ങൾക്ക് സമയം കുറവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഹാനോയിന്ന് എന്ത് ചെയ്യാ, വണ്ടി എടുത്തിട്ട് വരിക. ഹാനോയിന്ന് പാക്കേജ് ബുക്ക് ചെയ്തിട്ട് വരിക. എന്തായാലും ഒരു 1 മില്യൺ അല്ലെങ്കിൽ 1,200 കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി സാധനങ്ങൾ കിട്ടും. നമ്മൾ കുറച്ച് നോക്കണം. അപ്പൊ നമ്മള് നേരെ ഡേ ക്രൂസിലേക്ക് പോവാണ്. നമ്മള് വന്നപ്പോ കുറെ കഴിഞ്ഞ വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവും, കുറെ വീടുകളുടെ സെറ്റപ്പ് നമുക്ക് കാണിച്ചു തന്നു. അത് ഈ ഏരിയ ഉണ്ടോ, അപ്പൊ മനസ്സിലായത്. പിന്നെ ബോട്ടുകളുടെ കുറെ മെയിൻ്റെനൻസ് സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തി. പിന്നെ 950 രൂപ, പിന്നെ 50 രൂപ വണ്ടിക്കും അത് ഇതൊക്കെ പറഞ്ഞതായി. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഇതേപോലെ ഇതാണ്. ഇനി ഉണ്ടോ ഇതേപോലത്തെ വണ്ടികളിൽ നമ്മൾ അങ്ങോട്ട് ലോഡ് ചെയ്യും. അതാണ് നമ്മളത്. അപ്പോ വരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മൾ നിൽക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പാക്കേജ് എടുത്തിട്ട് പോരാൻ ഏറ്റവും ബെറ്റർ. ഇവിടെ വന്നു കഴിഞ്ഞാല് അലഞ്ഞ് ഇതാവും, ബുദ്ധിമുട്ടും. കാരണം നമുക്ക് പരിചയമില്ലാത്ത ഏരിയ അല്ലേ. ഇതൊക്കെ ഇതേപോലത്തെ ഡേ ക്രൂസുകളുണ്ടോ. അപ്പൊ നമ്മളത് കുറച്ചൊരു ഇതാണ്. നമുക്ക് വേറെ ഒന്ന് കിട്ടീനു, അതും പ്രീമിയാണ്. പക്ഷെ അർജന്റ് കൂടി കൊണ്ട് പെട്ടെന്ന് നമ്മൾ കൊണ്ട് വന്നു. പെട്ടത് പിന്നെ പെടലാണ്, പ്രശ്നമല്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം. ഇങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഇവിടെ. അപ്പൊ നമ്മളിങ്ങനെ പേര് വിളിക്കുന്നതനുസരിച്ച് ഇങ്ങനെ കയറും. അപ്പൊ നമ്മൾ നേരെ ഇനി ഉള്ളിലേക്ക് കയറട്ടോ. നമ്മളെ ക്രൂസ് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ബാക്കിൽ ഇന്ത്യൻസ് ഒക്കെ ഉണ്ട്. ടിക്കറ്റ് ഇല്ല ആൾക്കാർ ടിക്കറ്റ് കാണിച്ചു. നമ്മൾ ടിക്കറ്റ് ഇല്ല ഓൾറെഡി. ഹലോ, വിവിധ ഭാഷകളിൽ നിന്ന് വിവിധ ദേശങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. ഇതേപോലത്തെ വെള്ളത്തിൽ ഈ ഇയാളെ കയ്യിൽ കാണാം ഫോണിന്റെ അങ്ങനത്തെ സാധനം കയ്യിലിന്റെ എടുത്തോണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ വിസ്മി ജെല്ലി കയറാണ്. അവിടുന്ന് എന്തൊക്കെയാ തരുന്നുണ്ട്. ടവല്,
Okay, thank you. ഭക്ഷണമൊക്കെ സെറ്റപ്പ് ഭക്ഷണമാണ്. How many people? 2. Và đấy là lần này. Hai nè. The siêu cây here and table there. Sorry? The siêu cây bách. Như là hàng sản xuất và tùy con họ được quyền dừng cho các bạn học kiểm tra vé giấy phép giấy tờ tùy thân thì lúc bây giờ bởi vì nó liên quan đến yếu tố mình không có giấy tờ không quan được đồ ăn thì sẽ bao gồm ăn tour tuy nhiên đồ uống không bao gồm khi chúng ta uống gì ạ chúng ta sẽ thanh toán tiền cho người dân địa phương quay ngược trở lại hoặc không có quyền bỏ cuộc. Sau khi chúng ta đi thăm xong hàng sản xuất thì chúng ta sẽ qua cái cổng hàng luôn. Bậc hàng luồn, cái cổng hàng luồn. Chúng ta sẽ đến cái cổng hàng luồn và chúng ta sẽ có sang luồn. Chúng ta sẽ nhìn qua giữa này, cái trò đầu tiên chúng ta đang thấy trên màn hình nó là cái cạnh giác. Cái này là hai người một tấc tự trèo cái cạnh giác và chúng ta đi được hai người thì mỗi người sẽ là 5 đồng. Nhưng cái này là nó bị mất. Điện thoại ví tiền là không khuyến cáo, đồ thì các bạn đồ bơi, đồ sọt, thậm chí không mặc gì. Training order from bartender you pay for them, right? Cô cho anh chị ơi, bây giờ thời gian chúng ta ăn trưa thì cái trà mà đang set up trên bàn đó là miễn phí, chúng ta thử trà sau chúng ta lên chọn đồ. Okay. നമ്മളെ ഫുഡ് റെഡി ആയിക്കണേ. ഇപ്പൊ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ പോവും. അപ്പൊ നൈസായിട്ട് പെട്ടെന്ന് പോയി എടുക്കില്ല. അപ്പൊ നൈസായിട്ട് എന്ത് ചെയ്യാം, പ്ലേറ്റ് എടുക്കും. വലിയ പ്ലേറ്റ് പോയ ചെറിയ പ്ലേറ്റുകളാണ്. സക്കര ചുമ പിടിക്കാം. കുറച്ചൊക്കെ എങ്ങനെ ഉണ്ടോക്കട്ടെ. പ്രോൺസ് നമുക്ക് വേണ്ടേ. പ്രോൺസ് നൈസായിട്ട് ഇങ്ങനെ പിടിക്കുക. ഫുഡ് നമുക്ക് മുതലാവണം. ഒരു റൗണ്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. അത്ര റൗണ്ട് ഇപ്പൊ കൊണ്ടുവരും. വെറുതെ അല്ലല്ലോ പൈസ കൊടുത്തിട്ടല്ലേ. അടുത്ത ഇങ്ങനെ എടുക്കുക. കൂന്തറാണ്. ഫുഡ് വേണ്ട പോലെ എടുക്കണോ. ചുറ്റും ഇതേപോലെ അടിപൊളി കാഴ്ചകളും നല്ല tập bếp rồi là ra kia thì cầm rồi chứ. oyster. Ngon lắm bạn. Ở đâu?
I think tomorrow I think. Anh thì cái các con rồi những cái đấy không Các anh chị sau khi mà ăn trưa xong mình muốn tham quan qua cái tàu đó thì mình đi ra ngoài này mình sẽ thấy cái cầu thang lên tầng 2. Cái tầng 2 thì nó là cái nhà hàng giống như này, tuy nhiên nó có một cái đoạn rêu đặt nguyên cái tầng đó rồi. Và sau đó thì đi cuối tầng 2 mình sẽ thấy có một cái bể bơi nhỏ nhỏ hoặc cái bể sục. Mình muốn sục mình báo nhân viên họ bật lên cho mình. Sau đó mình lên tầng 3 thì nó có cái không gian sân đất, nó giống như cái ban công lớn. Mình lên đó nhìn ngắm cảnh. Nếu cái trời không mưa thì trong khoảng tầm 5 giờ chiều ngày nay mình sẽ có DJ của tàu chơi nhạc cho mình nghe chơi đó nhé. When you finish your lunch, if someone wants to go and see the way over here, you can go to the second floor. No. The second floor, that is the restaurant similar like our restaurant. Anyway, we got a private group that book for whole second floor already. And then you can go to the food. You can go there to get higher view. Sunlight, sunset. And if the weather okay today about 5 p.m. for sunset party, we have our DJ. They show you our music on the top deck. Up there at the second floor, you see we have a small swimming pool or jacuzzi. If you want to use it, inform our staff, they can open that and you can use it anytime. അല്ല അല്ല പോയിസ്റ്ററോ പോയിസ്റ്റർ തന്നെ പോയിസ്റ്റർ മറ്റേ ഇതിനുള്ളിൽ കക്കനുള്ളത് കുടിച്ചാൽ അതല്ല മറ്റേതാണല്ലേ നമ്മളെ റബ്ബർ മാറ്റേ നീരാളി അല്ലാതെ നാട്ടിൽ കിട്ടണ അതാണ് ഓക്ടോപ്പസ് ഓയിസ്റ്റർ അതല്ലത് ആണോ വെറൈറ്റി ഫുഡ് എന്ത് കിട്ടില്ല, ഒരു രക്ഷയില്ല. വൺ ടൈം മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്താവശ്യം ഉണ്ടെങ്കിലും ചെറുക്കനെ വിളിച്ചോളിയും ഫുൾ സെറ്റ് ചെയ്ത്. അങ്ങനെയുണ്ട് സാധനം, സംഭവം എക്സ്പീരിയൻസ് കിട്ടില്ല. ലൈഫില് കുറെ പൈസ ഉണ്ടായിട്ട് ആ പൈസ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് അക്കൗണ്ട് ബാലൻസ് കൂട്ടിയിട്ട് പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം? ഇങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നല്ല ഫുഡുകള്, അടിപൊളി കാഴ്ചകള്, ഇതൊക്കെ ലൈഫ്. ഒരു പ്രാവശ്യം ലൈഫിൽ ഇങ്ങനെ വരണ്ടേ? ഇപ്പോഴും എപ്പോഴെങ്കിലൊക്കെ സംഭവം അടിപൊളി ആംബിയൻസ് ആട്ടോ. ചുറ്റും നോക്കി ഇതേപോലെ ഫുള്ള് ചുണ്ണാമ്പ് പാറകളും പർവ്വതങ്ങളും. നമ്മളെ ഫ്ലൈറ്റ് അല്ല, നമ്മളെ ബോട്ടോടെ ലാൻഡ് ചെയ്തു, മീൻസ് ഇത് ചെയ്തു. ഇനി നമ്മള് അതിന്റെ മുകളിലേക്ക് നടന്നു കയറണം. ആളുകൾ പോകണുണ്ടെങ്കില് അവിടെ കുറെ ആൾക്കാർ ഇരിക്കണുണ്ടോ? അങ്ങനത്തെ ഒരു പാറിന്റെ മുകൾക്ക് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യണം? നമ്മൾ മെല്ലെ മെല്ലെ നടന്ന് മുകളിലേക്ക് കയറും. എന്നിട്ട് അതിലിങ്ങനെ വരും. ഓക്കെ, അപ്പൊ പോയി നോക്കുക കേട്ടോ. നമ്മളെ ജാക്കോസി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ജാക്കോസി ബാത്ത് കേട്ടോ. വാഷ്റൂം ഉണ്ടെങ്കിൽ ഇതിനുള്ളത് കൃത്യണ്ട്.
കുളിക്കാനും ഇതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഞമ്മളുണ്ട് ക്ലൈമറ്റ് അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ആ ഹാൻഡ് ഓഫ്. അപ്പൊ നൈസ് ആംബിയൻസ് ആണോ ഒറ്റ മക്കളൊക്കെ ഇട്ടല്ലോ. ഹലോ ഇതിനുള്ളിലും ആൾക്കാരുണ്ട്. നമുക്ക് സോറി ഹലോ, ഇത് വേറെ ടീമാണ്, നമ്മളുടെ താഴത്താണ്. ഇതാണ് നമ്മളെ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാലോങ് ബേയിലെ ക്രൂസ്. ഇവിടെ മുകളിൽ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ജാക്യൂസി. കിഡിൽ ആംബിയൻസ് ഇടോ എന്റെ മക്കളെ. ഹലോ, ഹൗ യു? Hello. Where you from? Korea. South Korea. South Korea. Okay, nice to meet you. Nice to meet you. I'm from India. India? Yep. Oh. Yeah. Okay. So right now we are here in Halong Bay. This is one of the most iconic destination of Vietnam. Like, ഇവിടെ ഇങ്ങനെ ഇരിക്കാനും സെറ്റപ്പുകളൊക്കെ ഉണ്ട്. സംഭവം കിളി പോയി. ഭക്ഷണാണെങ്കിൽ കിടിലം ഭക്ഷണങ്ങൾ കണ്ടില്ലേ. ഇതേപോലത്തെ ലക്ഷക്കണക്കിന് ചുണ്ണാമ്പ് ചുണ്ണാമ്പ് ഇതുണ്ട്, എന്താ പറയാ, പാറകൾ. ഇത് ലാൽ സലാം സഖാക്കടെ അതല്ലട്ടത്, ഇത് വേറെയാണ്. ഇപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ ചന്തി പൊള്ളു അല്ലേ ഇളകി. ഓ അല്ലാ പഠിച്ചേക്ക. അത് നമ്മൾ പെട്ടെന്നേ ഇപ്പൊ ഡോറൊക്കെ തുറക്കുമ്പോ പെട്ടെന്ന് ഷോക്ക്. ഞാൻ കുറച്ച് 360 വീഡിയോസ് എടുക്കട്ടെ ഇവിടെ. അപ്പൊ നൈസാണ്. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒരുപാട് ചുണ്ടം. കുറച്ച് ഇൻസ്റ്റാ 360 കുറച്ച് വീഡിയോസ് എടുക്കട്ടെ കേട്ടോ. നമ്മള് ബോട്ടിലുമൊക്കെ കണ്ടങ്ങള് ഒരു ചെറിയ ഷോക്ക് സംഭവം. അപ്പൊ ഇതിന്റെ ഒക്കെ ഒപ്പം ഇതിന്റെ എവിടെ കാണില്ല. നമ്മൾ ഇങ്ങനത്തെ ഓരോ ബോട്ടിന്റെ ഒപ്പം ചെറിയ ചെറിയ ബോട്ടുകൾ ഉണ്ടാവും. എവിടെ നമ്മളിതിമ കാണില്ല. അപ്പൊ നമുക്ക് അവിടുന്ന് കുറെ ഉള്ളിൽ ഒക്കെ പോവാണ്ട് അതിന്റെ വീഡിയോസ് ഇപ്പൊ കാണണ്ടോ. അപ്പൊ നമ്മള് ബോട്ട് ഇവിടെ ഹാൾട്ട് ആക്കാണ്. ഇനി നമുക്ക് ആ ഒരു കുന്നിന്റെ മുകളിലേക്ക് നടക്കണം. It's up to you. Chalo! Chalo! I won't look now. Luggages are safe there, right? Yeah, safe, super safe. We have CCTV, web camera. Okay. Crazy safe. And you are the last one. I know. You are the last one. ഇവരൊക്കെ എന്തേ വൈഫ്സ് ആണെങ്കിൽ ഇവർ എന്ത് ചെയ്യുമോ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ നമ്മള് മൂഞ്ചിരിക്കും. അങ്ങനെ കേരള തിരക്കാണ്. അതിന്റെ മുകളിൽ ഇങ്ങനെ പോകണ്ടോ. അപ്പൊ നടക്കാൻ കഴിയാത്ത ആൾക്കാര് നടക്കാതിരിക്കുക. നടക്കാൻ കഴിയാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, അവിടെ ഊരവേദന അങ്ങനത്തെ ഉണ്ട്. മെല്ലെ മെല്ലെ പോവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഗൈഡിനിപ്പം പോകാനല്ലേ. അവന് അതിന്റെ മുകളിൽ ട്രക്ക് ചെയ്ത് പോകണ്ടോ. Because I care for 60 people. Em có được cầm đồng ra đâu. Em cái chi đi, Sao nó cầm mới đồng ra send đâu. nó mới cảnh. English medium में send my contact. और festival बढ़िया कहीं. 5 रुपए. हिंदी speaking. അപ്പൊ നല്ല ക്യൂ ഉണ്ട് കേട്ടോ.
बाबू पता है നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ കാഴ്ചകളൊക്കെ ഇതിലും ഫുള്ള് കടലിന്റെ നടുവോട്ട് ഇറ്റ്സ് മൈ 13th day. കടലിന്റെ നടുവിലുണ്ടോ കടലിന്റെ നടുവിലോട്ടത് നമ്മൾ കണ്ട ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ പാറകള്. ആ പാറകളുടെ പോലെയുള്ള സാധനങ്ങൾ പോലെയല്ല പാറകൾ, ചുണ്ണാമ്പ് പാറകള്. ഇതൊക്കെ ഇതിങ്ങനെ ഒരു മനുഷ്യ ഇതുള്ള സാധനം ആക്കിക്കണേ. ഇതിനുള്ളത് അവിടെ ഫുള്ള് വെള്ളമാണ്. അങ്ങനത്തെ ഇതിനുള്ളിൽ കൂടെ നമുക്ക് പോകാനുണ്ട്. ഇപ്പോഴല്ല പോകും. അപ്പോൾ നമ്മൾ അവിടുന്ന് വന്നത് ഇങ്ങനെ പോകണം അടുത്തേക്കോ. നല്ല വിയർപ്പ് മണിക്കുണ്ട്, പിന്നെ മൂത്രം മണിക്കുണ്ട്. മെല്ലെ മെല്ലെ കയറി പോട്ടെ. വഴിക്കുണ്ട് കേട്ടോ, അഭ്യാസം പറ്റൂല. Sorry. ില്ലല്ലോ ഫ്ലാഷ് അടിച്ച ആണോ? ഗുഹ കേട്ടോ, ഗുഹ. ഇതിന് മുകൾക്കൊക്കെ വല്ലതും ഉണ്ടോ? പോട്ടെ ചോര ഇതൊക്കെ ഫുള്ള് ചുണ്ണാമ്പട്ടോ. ഓക്കെ, അല്ല അടുത്ത് ഫുൾ നേക്ക് കേട്ടോ, ഫുൾ നേക്കാണ് പരിപാടി. കാണാൻ ഭാഗ്യമുണ്ട് കേട്ടോ സത്യത്തില്. ഇതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എന്നാ പൊളിഞ്ഞാടാ അറിയില്ല. ഇതൊക്കെ വീട് മാതിരി ആക്കി വെച്ചു. നേക്കുണ്ട് സംഭവമാണ്, അടിപൊളിയാണ്. കുറെ പൈസ ഉണ്ടാക്കിയിട്ട് ഇതൊന്നും കാണാതെ വീട്ടിലിരിക്കണോലെ നഷ്ടം എത്രയാണോൽക്ക്. സോ നാട്ടിലിരിക്കാതെ വീട്ടിലിരിക്കാതെ ആ കാളിയാമ്പുട്ടണ്ടി മാത്രം കണ്ടിരിക്കാതെ ഇതൊക്കെ ഒന്ന് കാണാൻ വരുന്ന സുഹൃത്തുക്കളെ. സംഭവം നേക്കണോക്കി തുടങ്ങിക്കോ. ടു അവിടെ നിന്ന് തുടങ്ങിക്കോ. ആ അപ്പോ ഹലോ, how are you? Where you guys are from? You speaking Vietnam? Okay. So nice ആണ് കാഴ്ചകൾ കേട്ടോ. കുട്ടികളും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഏകദേശം ആ വഴി ഇങ്ങനെ വന്ന് കുറേ ഉള്ളിൽ കൂടെ പോയി നേരെ തിരിച്ചിങ്ങോട്ടെത്തി. നല്ലോണം നടക്കാൻ കേട്ടോ, പക്ഷേ കാഴ്ചകൾ നല്ല രസമാണ്. പിന്നെ ഈ ചൂടുക്കനെ എത്തിയാവും, നല്ല ചൂടുണ്ട്. നടന്നു പോട്ടെ. ഇവിടെ നിന്നൊക്കെ അടിപൊളിയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കട്ടോ. ഇപ്പം ഫോണിൽ കുറച്ച് വീഡിയോസ് എടുക്കണം. പിന്നെ സ്പീഡ് ബോട്ട് അതിൽ വരുന്നുണ്ട്. സ്പീഡ് ബോട്ട് പോകേണ്ട ആളുകൾക്ക് സ്പീഡ് ബോട്ടും പോവാം. പിന്നെ ഓരോരുത്തരും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും.
അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പോയ ആ സ്ഥലം കേട്ടോ. ഫുള്ള് ആൾക്കാരാണ് ഇതിൽ അല്ലേ. എന്താ അല്ലേ ഓരോ കുതിരത്ത് പഠിച്ചു. പിന്നെ നമ്മൾ നേരെ വീണ്ടും ബോട്ടൊക്കെ പോകണം. ഇതിലെങ്ങനെ ആൾക്കാർ നടക്കണുണ്ടോ അങ്ങോട്ട് പോകണം. വീണ്ടും ചൂട് ഈ സാധനം വാങ്ങിയിട്ടുണ്ട് നേക്കായി. സൺസ്ക്രീൻ ഇട്ടോണ്ടേ ഫേസിൽ ടാൻ അടിച്ചിട്ടില്ല. കണ്ടോ ഇങ്ങനത്തെ ഇതിൻ്റെ നടുവിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ആലോചിക്കണങ്ങൾ ഇതിങ്ങനത്തെ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഏരിയ കേട്ടോ. അതിനുള്ളിൽ ഒന്നും അധികം പറയാൻ പറ്റില്ല. അപ്പോൾ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു അടിപൊളി പ്ലേസാണിത്. ഇങ്ങനത്തെ കുറേ കനാൽസ് ഉണ്ട്, വെള്ളം ഒഴുകും, മീനുകളൊക്കെ. ആഹാ മീൻ ഇഷ്ടം പോലെ ഉണ്ട് അതിൽ. അപ്പോൾ ഇതൊക്കെ ലൈഫിൽ നമുക്കൊക്കെ കാണാൻ പറ്റിയ സാധനങ്ങളാണ്. ലൈഫിൽ ഒരു പ്രാവശ്യം നമ്മളെ ബോട്ട് ഞാൻ അതായത് നമ്പർ ഉണ്ടല്ലോ, ഇവരെ നമ്പർ ഒന്നെങ്കിൽ വാങ്ങി വെക്കാം ബോട്ടിൻ്റെ ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ മൂഞ്ചും. അപ്പോൾ നമ്മളെ ബോട്ട് ഇതാണ്. ഓക്കെ നമ്മളെ ക്രൂസ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തേക്കട്ടെ. അപ്പോൾ നമ്മളെ ബോട്ടിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ നമുക്ക് താങ്ക് യു. ഓ കെ സി. അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമാണ് ഞാൻ വന്നപ്പോൾ കൊണ്ടിരിക്കും. ഇനി നൈസായിട്ട് അവസരിക്കട്ടെ. എന്താ പാടി? അടിപൊളി. How was the experience? It's okay. It's okay? Good. You good? What's your good name? Your good name? I'm Bing. Bin. Bing, yeah. Bin from The Philippines. Philippines. Okay, nice to meet you. From India. Thứ nhất, mình mà muốn đi chơi xa trên con xe tay ga có đủ mát là gì đây? Đầu câu hoạt động bằng cơm thì có hai phương án người ta hoạt động cho mình. Kayak right? Which one is free? Kayak free. Okay. So kayak okay, 30 minutes. But other one is how many minutes? You know, for speedboat 25 minutes, kayak 20 minutes, champagne 20 minutes. Okay. Kayak will go in between the rocks, right? Yeah, see here. Kayak go through a short tunnel, see a small lagoon and come back. Okay, kana. Kayak. He's kayak. Kayak. I will Oh, take. kayak need 2 people. Yeah, we can go. You're taking kayak? Yeah. Okay, we can go kayak. Okay, you do kayak and he do kayak together. Okay. ഇവിടെ ഉള്ളിൽ കഴിഞ്ഞാലേ പിന്നെ അതേപോലത്തെ ബോളുകൾ ഇങ്ങനെ വരും. ഹലോ. ആഫ്റ്റർ അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വളവ് പഠിച്ചിട്ട് കുറേ വളവ് നമ്മൾ പഠിച്ചിട്ട് നമുക്കുള്ള ഫുഡും നമുക്കുള്ള എന്താ കൊക്കക്കോള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൊക്കക്കോളയ്ക്ക് എതിരാണ്, പക്ഷേ കൊക്കക്കോള ഇപ്പോൾ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാലും അങ്ങനെ സാധനങ്ങൾ. അപ്പോൾ നൈസായിട്ട് നമ്മുടെ ബാഗിൽ കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അധികം ചാമ്പാതെ പോകും, അല്ലാതെ നല്ല പൈസ പോകും. അപ്പോൾ നമുക്ക് നല്ല ടയർഡായിക്കണേ. നമ്മളൊക്കെ അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ടോ. You are from South Korea, right? What's your good name? My name? Your name. Sumin Jo. Okay. You from? Hee-jin Lee. South Korea. Friend. Your friends. Okay. And he from Philippines, and he from India. Obviously, I'm from India. So My friend. okay. So ഇതൊക്കെ ഇങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോയിന് കേട്ടോ. എന്താ അല്ലേ മാറെ പോയി. അപ്പം ഇനി ഈ കാര്യങ്ങൾ കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ. Would love to go to South Korea. ഇവർ കളക്ട് ചെയ്യാൻ വേണ്ടി വരും. താങ്ക് യു.
ഓക്കെ ഓക്കെ. ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ കേട്ടോ. മാരകം എന്നൊക്കെ പറയില്ല, കിട്ടില്ല വ്യൂ മക്കളെ. ലൈഫിൽ ഒരു പ്രാവശ്യം എന്തായാലും വന്ന് കാണണം. എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കുന്ന ആൾക്കാരാണ്. നമ്മളെ ലൈഫിന്റെ ചെറിയൊരു ഭാഗം ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഞാൻ 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ എല്ലാവരും ട്രാവൽ ചെയ്ത് തുടങ്ങും. ഇപ്പൊ തന്നെ ഇത് കഴിഞ്ഞാൽ മരിച്ചതിനെ പോലെ കുറെ ഓർമ്മകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളും വലിയ സാമ്പത്തികപരമായിട്ടുള്ള ഫാമിലി ഒന്നുമല്ല. നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നു, കുറച്ച് പൈസ ആയി കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യും. അതാണ് വൈബ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒറ്റക്കല്ല കേട്ടോ. നമ്മളെ ഫാമിലിനെയും നമ്മളെല്ലാരും നമ്മൾ പോണ സ്ഥലങ്ങളൊക്കെ ഇന്റെ പെരക്കാരെ ഫുള്ളാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകലുണ്ട്. അത് നമ്മളെ കയ്യിൽ കോടികളോ ലക്ഷങ്ങളോ ഉണ്ടായിട്ടല്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ അച്ചേട്ടായി നമ്മളേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് കുറച്ച് പൈസ മാറ്റി വെക്ക്. അങ്ങനെ ഓക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ട്. എന്റെ പരിപാടി എന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് കൊണ്ടുവരിക, സെറ്റാക്കുക. ഓക്കെ, അതും ചുരുങ്ങിയ എമൗണ്ടിൽ കേട്ടോ. അപ്പൊ ഇതൊക്കെ പറയാ നോക്കി. ഷെഫീഖലിയാണിത്. ഇവ എടുക്കണ പണിയുടെ റിസ്ക്. ഇതൊക്കെ പുതിയ പുതിയ വേറെ ആൾക്കാരുണ്ടോ. ഇവന് ഞാൻ എടുക്കണ പണിയുണ്ടല്ലോ, ടൂർ ഗൈഡ്. അതാണ്. ഹായ്. ഹലോ. Hi guys. You talk. Hey, what do you want me to say? Yeah. In French maybe. Where are you from? France. France. Yeah. Mbappe. Yeah, we. Your family? Yeah, all family, all together we are family right now. അപ്പോ നമുക്ക് so by the way I forgot your name. Sorry? Dennis. Dennis. And it's your wife. Yes. Your name? Selina. Okay. Okay. So ഇങ്ങനെ ഒരുപാട് ആളുകൾ, നല്ലൊരുപാട് മനുഷ്യന്മാർ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. ഇനി നമ്മൾ നേരെ അടുത്തൊരു ബീച്ചിലേക്ക് കൊണ്ട് പോകും, കയാക്കിങ് കാര്യങ്ങൾ. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ്. ഓക്കെ. അങ്ങനെ നമ്മളെ വണ്ടി അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ കോസ്റ്റ്യൂം ഒന്ന് മാറ്റി, ട്രൗസറാക്കി. നമുക്കുള്ള ടിക്കറ്റ് കിട്ടും, വാങ്ങാം. ഫോണുണ്ട്, പിന്നെ 360 ഉണ്ട്. ഇതാണ് നമുക്ക് കയ്യില്ല. ബാക്കി പാസ്പോർട്ട് സാധനങ്ങളൊക്കെ അവിടെ വെച്ചേക്കാണ്. ഹലോ, ഹൗ യു? ഗുഡ്. പിന്നെ ഷൂ അവിടെ വെച്ചേക്കാട്ടോ. ഒരു ചപ്പൽ വിടുന്നുണ്ട്. നിങ്ങൾ ഹാനോയിലാണ് വരുന്നതെങ്കിൽ ചപ്പൽ പോകും. ചൂടാണ്. No. Okay. 不让你走。 Oh. What? Hot. Hot. So where we are going? Kayak? Yep. We got a kayak, 2 person for one kayak. Okay, in between that, we have to go there, right? Yeah, low, orange. Yeah, alright. It's good. Quite good. കാലല്ല ചൂടുണ്ട്. Where are you from? India? India, yeah. Okay. Chalo. ആഹാ, അടിപൊളി. കിടിലൻ. We get a paddle or whatever. Yep. Let's go inside. Yeah, but So this is my partner in for this kayaking. Yeah, partner in crime for that kayaking, and so we will go for kayaking soon. See, the people are coming from that cave. Yeah. നമ്മൾ ചെക്കനാണ് പോയിക്കണ്. ഓൻ്റെ കൂടെ ഞാൻ പോവാണ്. Hey, hello. Okay. അയാൾക്ക് കൊടുത്തു. When you wear? കാല് പൊള്ളുണ്ട് കേട്ടോ. അപ്പോൾ ജാക്കറ്റ് ഇവിടെ നിന്ന് എടുക്കുക, പിന്നെ കയാക്കിന് ഇറങ്ങാം. ഓക്കെ. സ്പീഡ് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പോവാം. ഞാൻ ഇതാണ്
കടലിൽ തന്നെ എടുക്കും. Kayaking. Okay. Jacket? Okay. I don't know. He's not talking anymore. Everyone is busy with their own. Can you hold this? Right. Can I leave this with you? Yeah. This one? Yeah. Give me. Okay. Ja, ich glaube, die anderen sind schon da. Okay. Quickly. Excuse me. Quickly. So we are ready. It's on. What? Yeah. So finally we are in our own kayak. Okay. So yep, we are heading for kayaking and all. So this is one of the most iconic and scenic beauty. Alright? Yeah. This one is good. It's crazy, right? So we are heading to. Oh, sorry. Okay. So we are kayaking. Crazy. Woo! അപ്പോൾ ഇനി നമ്മളും കയാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. അഥവാ പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ പോവുക പോലും ജോലി ക്ലിയർ ചെയ്തോളൂ. നല്ല ഇങ്ങനെ പിടിക്കുക. കയാക്ക് പിടിക്കേണ്ട വിധം ഇങ്ങനെ. ഹലോ. ഗുഡ്. സംഭവം നൈസ് ആംബിയൻസ് ആണോ? You're okay? Yeah. How you feel? Good. Yeah. Okay. It's nice. Hello. How you guys? Good. Where you guys are from? Ireland. Okay, nice. Snake ഇല്ലാത്ത രാജ്യമാണ്. There is no snakes in Ireland, right? I don't know. Yeah, I heard about it in history. So ഇതാണ് കയാക്ക് ചെയ്യാനുള്ള ആ ഒരു വട്ടക്കുളം. കടലാട്ടോ മക്കളെ, കടലിൻ്റെ നടുവിലാണ്. സംഭവം നൈസാണ്. കിക്ക് ആംബിയൻസ് സൂപ്പർ. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്തൊരു സ്ഥലത്തേക്ക് വന്നു. ഇനി ട്രക്കിങ്ങിന് പോകുന്നു. ഇതേപോലെ കംപ്ലീറ്റ് ഇതേപോലത്തെ ക്രൂസുകളുണ്ടോ, സ്പേസ് ഉണ്ടാകുന്ന നോക്കി. ജസ്റ്റ് അവിടെ ഇങ്ങനെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ്ട് ഇതിങ്ങനെ ഫില്ലാക്കിയിടും. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോയി. ഞാനിപ്പോൾ അവിടെ പോയാണ്ട് ഫുള്ള് കുളിച്ച് മാറ്റി ട്രൗസറൊക്കെ മാറ്റി ഇതൊക്കെ തിരുമ്പിട്ടിരുന്നു. ഇത് വീണ്ടും എടുത്തു. ഇവിടുത്തെ ട്രക്കിങ് ഏരിയകളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഇത് ഇവിടുത്തെ ഒരു ഗെയിമാണോ, ഷട്ടിൽ പോലത്തെ സാധനം കണ്ടോ.
ബീച്ച് നോക്കി, ഒരു നൈസ് ബീച്ച് ഇവിടെ ഉണ്ട്. അടിപൊളി ബീച്ച്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ പകർത്തിയതിന് ശേഷം നമ്മൾ നേരെ ഇനി ട്രക്കിങ്ങിന് പോവാണ്. ഓരോരുത്തർ ഫുൾ ചൂടിൽ ഉറങ്ങാണ്. ഒരു ചപ്പൽ എന്തായാലും കയ്യിൽ വെച്ചോണ്ടോ വരുമ്പോൾ. Excuse me, where is the trekking? Trekking. Yeah, trekking. മലയാളിയാ? അപ്പോൾ നമ്മളെ ഗൈഡുമാരെന്ത് ചെയ്യാം, വിട്ടു പോകരുത്. ഗൈഡുമാർ പോയി കഴിഞ്ഞാൽ ആകെ മൂഞ്ചു ഉണ്ടോ. ഹലോ അല്ല the elderly of the suffer that should not climb the mountain. Okay, keep in mind ബ്ലഡ് പ്രഷറും ബാക്കി കാര്യങ്ങളെല്ലാം ആളുകൾ കയറരുത്. അഡ്വഞ്ചർ ആക്കിയിട്ട് നമ്മളെ പല വല്യപ്പാരൊക്കെ ചിലപ്പം എന്ത് വരും, ഒരു പ്രശ്നമൊന്നുമില്ല. വയസ്സായില്ലാണ് കയറാം. അവിടെ എത്തുമ്പോൾ ആൾ വലിച്ചു നോക്കുക. നല്ല കിഡിലും വ്യൂ ആംബിയൻസ് ആടോ. എന്തായാലും ട്രക്ക് ചെയ്യാണ്. എവറസ്റ്റ് കയറി നമുക്കിതെന്ത്. ഹലോ ഓക്കെ.因为我没有带护膝啊。Yeah, nice view. Sorry. അത് അടിപൊളി. അതിൽ കിടക്കണം. ഹണിമൂണൊക്കെ കൊണ്ടുവരുമ്പോൾ അടുക്കണം കേട്ടോ. അതിന് നാട്ടിൽ 10-25 ഉറുപ്പിക ഉണ്ട്. അവിടെ കിടക്കണ്ട നിങ്ങളൊന്ന്. അതെ, ഇനി മോൾക്ക് കടന്ന് നടന്നു പോകാനുണ്ട്. ഈശോക്ക് എത്രങ്ങാനും ക്രൂസുകൾ. അതൊക്കെ സ്റ്റേ ഉള്ള ക്രൂസുകളാണ് കേട്ടോ. നാലോ കേത്തൊക്കെ വന്നിട്ട് വയസ്സായ ആൾക്കാർ കയറാനാണ്. നമുക്ക് തന്നെ കയറാൻ പറ്റില്ല. സോ വരുന്ന സമയത്ത് സൂക്ഷിക്കുക. സംഭവം നൈസാണ്. ഓ ദേവി കുറച്ച് വീർപ്പ് പൊട്ടും. ഫൈനലി നമ്മൾ എത്തിക്കൊണ്ട് കാണാൻ. അടിപൊളി വ്യൂ. ആരുമാലല്ലേ അതേ നിരപ്പിൽ പോയി നമ്മളെത്തി. Yep. You got it? Yeah. You want to get down or you want to stay here now? Yeah, I want to stay here for No 30 minutes minimum. Spend the rest of your life. Yeah. Because that much we tired. You tired? Nothing. That's nothing. വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. How much? 50. One. Kono. Yeah. ഇതിൻ്റെ മുകളിലെത്തിയിട്ട് 50 ഉറുപ്പിക കൊടുത്തിട്ടില്ലെങ്കിലേ 50 ഉറുപ്പിക കോളൊക്കെ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ കൊടുത്തില്ലേ മരിച്ചു. Can you hold this? So, നമ്മൾ പൊട്ടിക്കുന്നു. 860 Malaysia.
സംഭവം കൊക്കക്കോളൊക്കെ നമ്മൾ എതിരാണെങ്കിലും ഇപ്പം ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളം കുടിച്ചേ പറ്റും. എൻ്റെ മോനെ വ്യൂ കണ്ടോ ഞങ്ങൾ. So guys, in between our travel I happened to meet some of the best buddies that belongs to Saudi Arabia, especially Jeddah. Anana for Jadid. Arabic shoya. Yeah. What's your good name? Bassam. Bassam from Sharafia. From Sharafia, from Salama. Salama Street. Okay. Yeah, there's a doctor here, Omar. Doctor. Hi, welcome. Okay. Yeah, nice to meet you in Vietnam. Yeah. Inshallah, next time I will be in Saudi Arabia. Definitely I will contact you people. Okay. Okay, bye. Okay, Assalamu alaikum. Salam. Mabruk. Ma salama. Inshallah. Bye. അങ്ങനെ നമ്മളെ യാത്രയിൽ സൗദി അറേബ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഒരുപാട് ആളുകളെ നമ്മൾ കാണുകയാണ്. കണ്ട് യാത്രകൾ അങ്ങനെ പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കാല് കൊയങ്ങിയിട്ടുണ്ട്. കാല് കൊയങ്ങുമ്പോൾ ഇങ്ങനത്തെ പാട്ടുകളും വയലുകളും വരും. അത് നിങ്ങൾ ഒന്നും കാര്യമാക്കേണ്ട, പിരാന്തായതല്ല സുഹൃത്തുക്കളെ. ഈ ബീച്ചിൽ കുറച്ച് നേരം വൈബാക്കാം. ആകെ വിയർത്തുക. ഇതൊരു രക്ഷയില്ലാത്ത ബീച്ച്. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അതാണ് വൈബ്. അമ്മമാര് പ്രായത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റണം. അപ്പോൾ 5 മണിക്ക് നമ്മളധികം എത്താൻ പറഞ്ഞേ. ഹലോ, തമിഴ്നാടു, കർണാടക, ശ്രീലങ്ക, ഭുവനേശ്വർ. അപ്പോൾ നോക്കണോ. അപ്പോൾ നമ്മൾ ബീച്ചിൽ ചാടുന്നില്ല. ഇനി നൈസായിട്ട് നമ്മളെ വണ്ടിക്ക് പോവാണ്. ബീച്ചിൽ ചാടുന്നുണ്ട്, പക്ഷേ ടാനടിക്കുഞ്ഞ്. ബീച്ചിൽ ചാടാൻ നമുക്ക് വേറെ ഓപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം ടയർഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, വൈനൊക്കെ തന്നു. വൈൻ ഇനി നമ്മൾ വൈനെ കുടിച്ചിട്ട് നേരെ വേറെ പരിപാടി ഉണ്ട്. ലക്ഷറിയസ് ക്രൂസിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കുറേ നേരം ചാടി. ഇനി നമ്മൾ നേരെ കണ്ടോ ഈ ഷിപ്പ് ഇവിടുന്ന് പോവാണ്. ഇതാണ് നമ്മൾ വന്ന് കിട്ടോ. കണ്ണൊക്കെ ആകെ ചോത്തുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഒന്നെങ്കിൽ ഹാനോയിക്ക് തന്നെ പോവും, അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ നിമ്പിയും പോയിട്ട് ഇന്നൊരു നിമ്പിയും പോവും. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇവിടുന്ന് ഹാനോയി പോവും. ഹാനോയി പോയിട്ട് ഹാനോയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ ഇതേപോലത്തെ നിമ്പിൻ ടൂർ എടുക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ കുറച്ച് ലെങ്ത് ആയി എന്നറിയാം, പക്ഷേ എന്ത് ചെയ്യാനാ, സ്ഥലങ്ങളൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും കാണാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. വെള്ളക്കുപ്പി സാധനം കയ്യിൽ കൊണ്ടുവരാം. ഓക്കെ, സംഭവം ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു.